രാത്രി അടുക്കളപ്പണിയൊക്കെ കഴിഞ്ഞ് മേല് കഴുകി മുറിയിലേക്ക് വരുമ്പോൾ ചരിഞ്ഞു കിടന്നുറങ്ങുന്ന ഭർത്താവിനെ കണ്ട് മഞ്ജുവിന് ആകെ വിഷമമായി. കുറേ നാളായി ചന്ദ്രേട്ടൻ ഇങ്ങനെയാണ്. എന്തിനാണ് ഏട്ടൻ തന്നെ ഇങ്ങനെ അവഗണിക്കുന്നത്? തനിക്കുമില്ലേ ആഗ്രഹങ്ങൾ? ഒരു കുട്ടിയായതിൽ പിന്നെയാണ് ഏട്ടന് സെക്സിൽ തന്നോടുള്ള താല്പര്യം കുറഞ്ഞത്. പ്രസവം കഴിഞ്ഞതിൽ പിന്നെ തൻ്റെ ശരീരം മൊത്തം തടിച്ചു, മാറിടങ്ങൾ തൂങ്ങിപ്പോയി, വയറിൽ പാടുകൾ വീണു. കല്യാണം കഴിഞ്ഞ് ഇവിടെ വരുമ്പോഴുള്ള ഭംഗി ഇപ്പോഴില്ല. അതുകൊണ്ടായിരിക്കും ചന്ദ്രേട്ടന് താല്പര്യം കുറഞ്ഞത്. ഏട്ടനരികിൽ ഉറങ്ങിക്കിടന്നിരുന്ന 3 വയസ്സുകാരി മോളെ നീക്കി കിടത്തിയിട്ട് മഞ്ജു അവൻ്റെ അടുത്ത് കിടന്നു. താൻ വന്ന് കിടന്നിട്ടും ചന്ദ്രേട്ടന് മൈൻഡില്ലെന്ന് കണ്ടപ്പോൾ അവൾ അയാളെ അങ്ങോട്ട് ചെന്ന് കെട്ടിപ്പിടിച്ചു. മാറിടങ്ങൾ അയാളുടെ പിന്നിലമർത്തി അവനെ തന്നിലേക്ക് ആകർഷിക്കാൻ ശ്രമിച്ചു. അത്രയ്ക്കുണ്ടായിരുന്നു അവളിലെ വികാരം. ഛേ, മാറിക്കിടക്കടി, നാണമില്ലേ നിനക്ക് ഇങ്ങനെ വന്ന് മുട്ടി ഉരുമി കിടക്കാൻ? ചന്ദ്രേട്ടാ, എന്താ നിനക്ക് വേണ്ടത്? ഏട്ടൻ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചെങ്കിലും കിടന്നൂടെ? ഞാനൊരു പെണ്ണല്ലേ, എനിക്കും ഇല്ല ആഗ്രഹങ്ങൾ. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഛർദ്ദിക്കാനാണ് തോന്നുന്നത്, പിന്നെ ആ കെട്ടിപ്പിടുത്തം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് ചന്ദ്രേട്ടാ. എന്നെ നിങ്ങളൊന്ന് തൊട്ടിട്ട് തന്നെ മാസങ്ങളായി. മഞ്ജു കരഞ്ഞു. എനിക്ക് രാവിലെ എണീറ്റ് ഓഫീസിൽ പോകാനുള്ളതാ. നിന്നോട് വഴക്കുണ്ടാക്കി എൻ്റെ ഉറക്കം കളയാൻ എനിക്ക് വയ്യ. അങ്ങോട്ടെങ്ങാനും മാറിക്കിടക്കും. മഞ്ജുവിനെ പുച്ഛത്തോടെ നോക്കിയിട്ട് ചന്ദ്രൻ തിരിഞ്ഞു കിടന്നു. കുറച്ചു സമയം ഭർത്താവിനെ തന്നെ നോക്കിയിരുന്നിട്ട് അവൾ മോളെ എടുത്ത് നടുക്ക് കിടത്തിയിട്ട് കട്ടിലിൻ്റെ അരികിൽ പോയി കിടന്നു. അവൾക്ക് അപ്പോൾ ഒന്ന് പൊട്ടിക്കരയാനാണ് തോന്നിയത്. എന്തിനാണ് ഈ അവഗണന? വെറുപ്പ് തുപ്പുന്ന വാക്കുകൾ സഹിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ശരീരം ഇങ്ങനെ ആയിട്ടാണോ എന്നെ വേണ്ടാതെയായത്? അദ്ദേഹത്തിൻ്റെ മോളെ പ്രസവിച്ചിട്ടല്ലേ ഞാൻ ഇങ്ങനെ ആയിപ്പോയത്? രാത്രി വെളുക്കുവോളം മഞ്ജു കരഞ്ഞു തീർത്തു. ചന്ദ്രൻ കൂർക്കം വലിച്ചുറങ്ങുന്നുണ്ട്. രാവിലെ എണീറ്റ് എന്നത്തെയും പോലെ അടുക്കള ജോലികൾ തീർത്തു. അമ്മായിയമ്മയ്ക്ക് ചായ കൊടുത്തു. ചന്ദ്രൻ്റെ ഷർട്ട് അയൺ ചെയ്തു വെച്ചു. അമ്മയും മോനും കൂടി ഒരുമിച്ചിരുന്ന് കാപ്പി കുടിക്കുന്നത് അവൾ നോക്കി നിന്നു. എന്നും അത് പതിവുള്ളതാണ്. തന്നെ അവരുടെ കൂടിയിരുത്തി കഴിപ്പിക്കില്ല. അമ്മ മോനാണ് അയാൾ. ഒന്നിനും ഇതുവരെ പരാതിപ്പെട്ടിട്ടില്ല. അനുസരിച്ചാണ് ശീലം. മോൾ ഉണർന്നപ്പോൾ അവളെയും കൊണ്ട് അടുക്കളപ്പുറത്തേക്ക് പോയിരുന്ന് പല്ല് തേപ്പിച്ച് മുഖം കഴുകിയിട്ട് ദോശ പിച്ചി കൊടുത്തു. അവളുടെ കൂടെ ഞാനും ഇരുന്ന് കഴിച്ചു. ചന്ദ്രേട്ടൻ ഒരുങ്ങി ഓഫീസിൽ പോയി. ഞാൻ ജോലികൾ ഓരോന്നായി തീർത്തു. മോളെ അടുത്തുള്ള നഴ്സറിയിൽ കൊണ്ടാക്കിയിട്ട് വന്ന് തുണിയൊക്കെ നനച്ചു വിരിച്ചു. എല്ലാം കഴിഞ്ഞ് കുളിക്കാനായുള്ള വസ്ത്രം എടുക്കാൻ മുറിയിൽ വന്നപ്പോഴാണ് ചന്ദ്രേട്ടൻ്റെ മൊബൈൽ കട്ടിലിൽ കിടക്കുന്നത് കണ്ടത്. ആരോ അതിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നേട്ടൻ ഫോൺ എടുക്കാൻ മറന്നു. ആരെങ്കിലും അത്യാവശ്യക്കാരാണോ വിളിക്കുന്നത് എന്ന് കരുതി ഫോൺ എടുത്ത് നോക്കിയപ്പോൾ ഹേമ എന്ന പേരാണ് കണ്ടത്. ഏട്ടനിത് എവിടെ പോയി കിടക്കാ? എത്ര നേരമായിട്ട് വിളിക്കുന്നു? ഒന്ന് പെട്ടെന്ന് വരൂ. ഞാനിവിടെ ഹോട്ടലിൻ്റെ മുന്നിലുണ്ട്. ഒരുമിച്ച് റൂമിൽ പോകാമെന്ന് കരുതി ഇവിടെ നിന്നതാ. അപ്പുറത്ത് നിന്ന് കേട്ട വാക്കുകൾ അവളെ ഞെട്ടിച്ചു. ചന്ദ്രേട്ടനെ ഇത്ര സ്വാതന്ത്ര്യത്തോടെ വിളിക്കുന്നത് ഏത് പെണ്ണാണ്? ഫോണിൻ്റെ പാസ്വേഡ് അറിയാവുന്നത് കൊണ്ട് അവൾ ലോക്ക് മാറ്റി നോക്കി. ഹേമ എന്ന പെണ്ണിൻ്റെ നമ്പറിൽ നിന്ന് കുറേ തവണ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടുണ്ട്. വാട്സപ്പ് നോക്കിയപ്പോൾ അശ്ലീല ചുവയുള്ള മെസ്സേജ് ഇഷ്ടം പോലെ. അതുകൂടാതെ ഏതൊക്കെയോ ഹോട്ടലുകളിൽ ഒരുമിച്ച് കഴിഞ്ഞപ്പോൾ എടുത്ത തുണിയില്ലാത്ത 2 പേരും കെട്ടിപ്പിടിച്ച് കിടക്കുന്നതും ഉമ്മ വയ്ക്കുന്നതുമൊക്കെ. അവൾക്കാകെ അറപ്പ് തോന്നി. മറ്റൊരു പെണ്ണിനെ കിട്ടിയപ്പോഴാണ് തന്നെ മടുത്തു തുടങ്ങിയത്. 1 വർഷം കഴിഞ്ഞു ഈ ബന്ധം തുടങ്ങിയിട്ട്. ഇതുവരെ ഏട്ടനൊരു അവിഹിതത്തിൽ പെട്ടു പോകുമെന്ന് കരുതിയിട്ടില്ല. എന്നോട് എത്രയൊക്കെ അവഗണന കാണിച്ചാലും വേറെ പെണ്ണിനെ തേടി പോകുമെന്ന് കരുതിയില്ല. എങ്ങനെ തോന്നി എന്നെ ചതിക്കാൻ? മെസ്സേജ് വായിച്ചതിൽ നിന്ന് ചന്ദ്രേട്ടൻ അങ്ങോട്ട് പോയി അവളെ വളയ്ക്കുകയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്ന പെണ്ണാണ് ഹേമ. കാണാനും അതിസുന്ദരി. ഏട്ടനോടുള്ള വിശ്വാസം കൊണ്ട് കല്യാണം കഴിഞ്ഞ് ഈ 4 വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഫോൺ എടുത്ത് നോക്കിയിട്ടില്ല. മഞ്ജുവിന് നല്ല ദേഷ്യവും സങ്കടവും തോന്നി. എല്ലാവരെയും വിളിച്ചു പറയണം. ചന്ദ്രൻ്റെ ഫോണിൽ നിന്ന് തന്നെ ഫാമിലി ഗ്രൂപ്പിൽ അവൾ ആ ഫോട്ടോകൾ അയച്ചു. എല്ലാവരും കാണട്ടെ. പുന്നാരമോൻ്റെ ലീലാവിലാസങ്ങൾ അമ്മായിയമ്മയും കൊണ്ട് കാണിച്ചു. കണ്ടല്ലോ നിങ്ങളുടെ മോൻ്റെ ലീലാവിലാസങ്ങൾ. ഇവിടുന്ന് ഓഫീസിലെന്ന് പറഞ്ഞു പോണത് അവളുടെ കൂടെ ഹോട്ടലിൽ റൂം എടുത്ത് പേക്കൂത്ത് കാണിക്കാനാ. ദൈവമായിട്ടാ എനിക്കിത് കാണിച്ചു തന്നത്. അമ്മയുടെ മോൻ്റെ അഹങ്കാരം ചില്ലറയൊന്നും അല്ലായിരുന്നു. ഡിഗ്രി വരെ പഠിച്ച എന്നെ കല്യാണം കഴിഞ്ഞ് ഒരു ജോലിക്ക് പോലും പോകാൻ നിങ്ങളും മോനും സമ്മതിച്ചില്ല. അതും പോരാതെ എന്നെ വഞ്ചിച്ച് നിങ്ങളുടെ മോൻ. നോക്കിക്കോ, ഞാനിത് കേസാക്കും. നിങ്ങളെയും മോനെയും ഞാൻ കോടതി കയറ്റും. ഈ മഞ്ജു ആരാണെന്ന് കാണിച്ചു തരാം. എൻ്റെ മോളെ ഓർത്താ. അവൾക്കൊരു അച്ഛനെ വേണമല്ലോ എന്ന് കരുതിയാ ഞാൻ എല്ലാം ക്ഷമിച്ചത്. പക്ഷെ കണ്ട പെണ്ണുങ്ങളുടെ ചൂട് തേടിപ്പോയ ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരച്ഛനെ എൻ്റെ മോൾക്കിനി വേണ്ട. കിതച്ചുകൊണ്ട് പറഞ്ഞു നിർത്തി മഞ്ജു മുറിയിലേക്ക് പോയി. അച്ഛൻ്റെയും അമ്മയുടെയും ഒറ്റ മോളാണ് മഞ്ജു.
അവളുടെ കല്യാണത്തിനു മുൻപേ ഡിഗ്രി പഠിക്കുമ്പോൾ അവർ മരിച്ചുപോയി. ഒറ്റയ്ക്കായിപ്പോയ മഞ്ജു പിന്നെ അമ്മയുടെ അനിയത്തിയുടെ കൂടെയായിരുന്നു താമസം. ചന്ദ്രന്റെ ആലോചന വന്നപ്പോൾ അവർ തന്നെ അന്വേഷണം നടത്തി നല്ല പയ്യനാണെന്ന് ഉറപ്പുവരുത്തി കല്യാണം നടത്തിക്കൊടുത്തു. മഞ്ജുവിൻ്റെ കല്യാണത്തിന് വേണ്ട ആഭരണങ്ങളൊക്കെ അച്ഛനും അമ്മയും സമ്പാദിച്ചു വെച്ചിരുന്നു. അതുകൊണ്ട് കല്യാണത്തിന് ബുദ്ധിമുട്ടുണ്ടായില്ല. സ്നേഹം പ്രകടിപ്പിക്കാത്ത ഒരാളായിരുന്നു ചന്ദ്രൻ. അയാളുടെ അമ്മ ഒരു മൂശേട്ടയും. ഒറ്റ മോനായിരുന്നു അയാളും. കല്യാണം കഴിഞ്ഞ് ആ വീട്ടിലെ ജോലികളൊക്കെ അവളെ കൊണ്ടാണ് അമ്മായിയമ്മ ചെയ്യിപ്പിച്ചത്. അവൾക്ക് ഒന്നിനും പരാതിയില്ലായിരുന്നു. തനിക്കിനി ആശ്രയം അവരാണെന്നോർത്ത് അവളും അവിടെ ഒതുങ്ങിക്കൂടി. പിന്നെ മോളുണ്ടായി. അതിനുശേഷം ചന്ദ്രേട്ടന് തന്നോടുള്ള ശാരീരിക ബന്ധം കുറഞ്ഞു വന്നു. ഇനി മോൾ മാത്രമാണ് മുന്നോട്ട് ജീവിക്കാൻ തൻ്റെ ഏക പ്രതീക്ഷ. അവൾ ഡ്രസ്സും സ്വർണവുമെല്ലാം ബാഗിലെടുത്തു വെച്ചു. മോളെയും കൊണ്ട് സ്വന്തം വീട്ടിൽ പോകാനാണ് അവളുടെ തീരുമാനം. മാതാപിതാക്കൾ മരിച്ച ശേഷം ഇതുവരെ സ്വന്തം വീട്ടിൽ നിന്നിട്ടില്ല. കുഞ്ഞമ്മയെ വിളിച്ച് എല്ലാം പറഞ്ഞു. വീട് വൃത്തിയാക്കി ഇടാമോ എന്ന് ചോദിച്ചു. കുഞ്ഞമ്മ അവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ഞാൻ വരില്ല എന്ന് തീർത്തു പറഞ്ഞു. കുഞ്ഞമ്മ അടുത്ത വീട്ടിൽ തന്നെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. ഇന്നൊരു ദിവസം അവിടെ നിന്നിട്ട് നാളെ സ്വന്തം വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചു. അംഗനവാടിയിൽ പോയി മോളെ വിളിച്ചു കൊണ്ടുവന്നു. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി. ചന്ദ്രേട്ടൻ്റെ ബന്ധുക്കൾ എല്ലാവരും അറിഞ്ഞു. ഫോട്ടോ എല്ലാവരും കണ്ട് ഏട്ടന് നാണക്കേടായി. ഞാൻ ഡിവോഴ്സിന് കൊടുത്തു. ഏട്ടനും അത് തന്നെ താല്പര്യമായതുകൊണ്ട് പെട്ടെന്ന് കിട്ടി. നല്ലൊരു തുക കോമ്പൻസേഷൻ കോടതി മുഖേന കിട്ടി. പിന്നെ അറിഞ്ഞു ചന്ദ്രേട്ടൻ ഹേമയെ കെട്ടിയെന്നും അമ്മായി അമ്മയുടെ ശല്യം സഹിക്കവയ്യാതെ ഓൾഡ് ഏജ് ഹോമിലാക്കിയെന്നും. അവർക്കത് കിട്ടണമെന്ന് എനിക്ക് തോന്നി. മോളെ പ്ലേ സ്കൂളിൽ വിട്ട് ഞാനും ജോലിക്ക് പോയി തുടങ്ങി. മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ വരുമ്പോൾ രണ്ടാമതൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.